ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1 ബുധനാഴ്ചയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇന്ന് നല്ല ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിന് സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഇതിൻ്റെ പ്രതീക്ഷകൾ ഉയർന്നതിനെ തുടർന്ന് ചൊവ്വാഴ്ച വാൾ സ്ട്രീറ്റ് ശക്തമായി കുതിച്ചുയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ S&P 500 2.91% ഉയർന്നത്. നാസ്ഡാക്ക് 3.83% ഉയർന്നു. ഡൗ ജോൺസ് 2.49% നേട്ടവും ഉണ്ടാക്കി. മിഡിൽ ഈസ്റ്റ് വാറുമായി ബന്ധപ്പെട്ട് ക്രൂഡ് ഓയിൽ പ്രൈസുകൾ ഇപ്പോഴും $115 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യുദ്ധം 33ാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്താവന വരുന്നത് US ഫെഡ് ചെയർ ജെറോം പവലിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസുമായുള്ള സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞത്, പലിശ നിരക്ക് ശരിയായ നിരക്കിലാണ് ഇപ്പോഴുള്ളത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം എണ്ണവില ഉയരുന്നത് ഇൻഫ്ലേഷനെ ബാധിക്കുമെങ്കിലും ഇപ്പോൾ കാത്തിരിക്കാം എന്നാണ് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പറഞ്ഞത്. പലിശ നിരക്കുകളിൽ ഉടൻ മാറ്റമുണ്ടാകില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നത്, ഇറാൻ ഇപ്പോൾ അമേരിക്കൻ കമ്പനികളെ ലക്ഷ്യമിടുന്നെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സ് പറയുന്നത് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, ഇന്റൽ, IBM, ടെസ്ല, ബോയിങ് അടക്കം 18 അമേരിക്കൻ കമ്പനികളെ ആക്രമിക്കും എന്നാണ്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ കമ്പനികളെ കൂടി ആക്രമിക്കും എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടറാണ്. എന്നിരുന്നാലും ഇന്ന് വിപണി പോസിറ്റീവായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. ഇനി US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റിവിറ്റിയിലാണ്. 0.25% നേട്ടത്തിലാണ് S&P 500 ഉള്ളത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ICICI ബാങ്ക് 3% അടുത്ത് നേട്ടത്തിലും HDFC ബാങ്ക് 3% മുകളിലുള്ള ഒരു നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 2% ഉയർന്നപ്പോൾ വിപ്രോ 2.4% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസും 3% അടുത്ത് ഉയർന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 3.6% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 5.5% അടുത്ത് നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,900 എന്ന നിലയിൽ 467 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 420 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗംഭീര ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇനി ഇന്നലത്തെ ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് വീണ്ടും 2% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ മാർച്ച് മാസത്തിൽ ഏകദേശം 10% ഇടിവാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിലുണ്ടായത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവനുള്ളത് 1,09,640 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2.5% നേട്ടത്തിൽ $68,000 ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഇന്ന് നല്ല പോസിറ്റിവിറ്റിയിലാണുള്ളത്. ഇന്ത്യൻ വിപണിയിലും ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ഇന്നത്തെ ചോദ്യം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പറയാനുള്ളത്, മാർച്ചിൽ LPG ഇറക്കുമതി 45% കുറഞ്ഞു. പ്രധാനപ്പെട്ട കാരണം വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷം തന്നെയാണ്. LPG ക്ഷാമം എത്ര രൂക്ഷമാണ് എന്ന് നമുക്ക് ഓരോ വീടുകളിലും ഇപ്പോൾ അറിയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാർച്ചിൽ ഇന്ത്യയുടെ LPG ഇറക്കുമതി വലിയ തോതിൽ കുറഞ്ഞു. ഫെബ്രുവരിയിൽ ഏകദേശം 2.04 ബില്യൺ ടൺ ഉണ്ടായിരുന്ന ഇറക്കുമതി മാർച്ച് എത്തിയപ്പോൾ 1.12 ബില്യൺ ടണ്ണായി. അതായത് ഏകദേശം 45% ഇടിവാണ് കേവലം ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തയിലേക്ക് വരാം. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച യൂണിയൻ ബഡ്ജറ്റ് പ്രകാരമുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് STT വർധന ഇന്ന് ഏപ്രിൽ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഈ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്വിറ്റി ഓപ്ഷൻസിലെ STT ആണ്. അത് 0.10% നിന്ന് 0.15% ഉയരുന്നത്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിലും STT വർധനവ് വലിയ സ്വാധീനം ചെലുത്തുന്നു. അതായത് ഇപ്പോഴത്തെ ഈ വർധനവ് ഫ്യൂച്ചേഴ്സിനെയും ബാധിക്കും എന്ന് അർത്ഥം. ഇനി ബ്രോക്കറേജുകളും എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെയും കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഞ്ചൽ ഫണ്ടിന്റെ വരുമാനത്തിൽ 44% F&O സെഗ്മെന്റിൽ നിന്നുള്ളതാണ്. BSEക്ക് ഇത് 55%. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് 70% വരുമാനവും F&Oയിൽ നിന്നാണ് വരുന്നത്. അതിനാൽ ട്രേഡിംഗ് ആക്ടിവിറ്റി കുറയുകയാണെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ വരുമാനത്തിലും ഷോർട്ട് ടേം ഒരു സമ്മർദ്ദം വരാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. മൊത്തത്തിൽ STT വർധനവ് ഷോർട്ട് ടേമിൽ ട്രേഡേഴ്സിന് നെഗറ്റീവായി ബാധിക്കുന്ന ഒരു നീക്കം തന്നെയാണ്. പ്രത്യേകിച്ച് ചെറിയ മാർജിനിൽ പ്രവർത്തിക്കുന്ന സ്ട്രാറ്റജീസും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ട്രേഡേഴ്സ് ഇനി കോസ്റ്റ് മാനേജ്മെൻറ്റ്
പൊസിഷണൽ സൈസിങ്, റിസ്ക് കൺട്രോൾ എന്നിവ കൃത്യമായി തന്നെ പാലിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. വിപണി ഇതൊക്കെ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനി വലിയൊരു ഇടിവൊന്നും ഇതിൻ്റെ പേരിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം മാർച്ച് മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ ഇന്ന് പുറത്തു വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും. ഇന്ന് കൂടുതൽ ഫോക്കസിലുള്ള മറ്റൊരു സ്റ്റോക്ക് ഇൻഡിഗോ ആണ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ. അവരുടെ പുതിയ സിഇഒയെ അവർ നിയമിച്ചിട്ടുണ്ട്. വില്യം വാൾഷ് പുതിയ സിഇഒ ആയി നിയമിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് എയർലൈൻസിൻ്റെ സിഇഒ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ NTPC ഗ്രീൻ എനർജി, PTC ഇന്ത്യയുമായി റിന്യൂവബിൾ എനർജി വിൽപ്പനയ്ക്ക് ഒരു മെമ്മോറാണ്ടം MOU ഒപ്പുവെച്ച് കഴിഞ്ഞു. കൂടാതെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ഗ്രീൻ അമോണിയ സപ്ലൈ കരാറും കമ്പനി ഒപ്പുവെച്ചിട്ടുണ്ട്. മറ്റൊരു കമ്പനി സമ്മൻ ക്യാപിറ്റലാണ്. IHC അഫ്ലിയേറ്റ് വഴി 41.5% സ്റ്റേക്ക് കമ്പനി ഏറ്റെടുത്തു. വലിയ ഒരു ഫണ്ട് ഇൻഫ്ലോ കമ്പനിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഗ്രാനുൽസ് ഇന്ത്യ എന്ന കമ്പനിയാണ്. US FDA ഇൻസ്പെക്ഷൻ VIA സ്റ്റാറ്റസ് വലിയ ഇഷ്യൂസ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അടുത്ത ഭാരതി എയർടെൽ എന്ന കമ്പനിയാണ്. നെക്സ്ട്രാ ഡാറ്റയിൽ $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി നടത്തിയിരിക്കുന്നു. ഡാറ്റാ സെന്റർ ഗ്രോത്ത് അത് വലിയ ഒരു ബൂസ്റ്റ് വരാനുള്ള സാധ്യതയും കമ്പനിക്കുണ്ട്. ഇനി FIDA ആക്ടിവിറ്റിയിൽ FIS തിങ്കളാഴ്ച 11,163 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 14,895 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 22,331 488 പോയിൻറ്റ്സ് അഥവാ 2% മുകളിൽ ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്, മാർച്ച് 23 ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബിയറിഷ്നെസ്സിൻ്റെ ഒരു സൂചന തന്നെയാണെന്ന്. അത്തരത്തിൽ മാർച്ച് 23 ഇന്നലെ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് സോണും കൂടാതെ ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനും പ്രധാനപ്പെട്ടതാണ്. ഡൗൺ സൈഡിൽ ഈ ഒരു ലെവൽ തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇനി ഒരു പക്ഷേ ഈ ഒരു സോൺ ടച്ച് ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സൽ വരാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതയും ഈ ഒരു സോണിൽ നിന്നും വളരെ കൂടുതലുമാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഒരുപക്ഷെ ഈ ഒരു സോണിന് താഴേക്കാണ് ക്ലോസിംഗ് വെക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ ബിയറിഷ്നെസ് നമ്മൾ മാർക്കറ്റിൽ കാണേണ്ടതുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 22,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300-ഉമാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. 50,275-ൽ 2,000 പോയിൻറ്റ്സിൻ്റെ വലിയൊരു ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായത്. 4% ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഫോളാണ് വന്നിരിക്കുന്നത്. 50,807 എന്ന പ്രധാനപ്പെട്ട ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഡൗൺ സൈഡിൽ അടുത്തൊരു സപ്പോർട്ടായിട്ട് വരുന്നത് 49,427-മാണ്. ഇനി ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.